പ്രതിഫലം മോഹിച്ച് ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല സർ. ബാബയ്ക്കും ജാസ്മിനും സുഖമല്ലേ? അതെ. തുണിമില്ലിന്റെ മറവിൽ മയക്കുമരുന്ന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതനെ പോലെ നീ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ. മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ. എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്നും മടങ്ങി വന്ന എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉറപ്പായപ്പോ ഞാൻ നിന്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല. എന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി. അതിന് കാരണക്കാരൻ നീ. പറയൂ, അനീതിക്കെതിരെ നേടിയ ഈ വിജയം, ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം? അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾക്ക് ഉയരങ്ങളിലാണ്. അവിടെ നിന്ന് ഒരടി പോലും താഴേക്കിറങ്ങരുത്. സമൂഹത്തിലെ അർബുദങ്ങളിലൊന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങെനിക്കൊരു അവസരം തന്നു. മൊറൈസിലേക്കുള്ള ദൂരം അങ്ങെനിക്ക് കുറച്ചു തന്നു. ഞാനാണ് സർ നന്ദി പറയേണ്ടത്. മുതലാളി പുറപ്പെട്ടു കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ എത്തും. അതിപ്പോ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വന്തം കപ്പല് നാളെ എപ്പോ വേണേ മുറിക്കാലോ. ഹായ് ഷെറിൻ. ഹലോ. മൊറൈസ് മുതലാളിയുടെ ബിസിനസ് കടലുകൾ താണ്ടി ചൈത്രയാത്ര നടത്തുന്നതിന്റെ പ്രതീകമാണ് ഈ പുതിയ കപ്പൽ. ഇങ്ങനെ നിരവധി കപ്പലുകൾ വാങ്ങിക്കൂട്ടി മൊറൈസ് മുതലാളി ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുതൽ കൂട്ടട്ടെ എന്നാണ് എന്റെ ആശംസ. താങ്ക് യു. സുഹൃത്തുക്കളെ, ചക്രവാളങ്ങൾക്കും അപ്പുറം എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അതിരുകൾ വളർത്തണമെന്ന ആവേശമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോൾ കടലിറക്കാൻ പോകുന്ന ഈ കൊച്ചു കപ്പൽ പോലും ആ യാത്രയ്ക്കുള്ള ഒരു എളിയ തുടക്കം മാത്രം. അനുഗ്രഹിച്ചാൽ തൊഴിലാളി ഐക്യം തന്നേ തീരൂ, തന്നേ തീരൂ. ശമ്പള വർധന തന്നേ തീരൂ. തൊഴിലാളി ഐക്യം തന്നേ തീരൂ, തന്നേ തീരൂ. ശമ്പള വർധന തന്നേ തീരൂ. തൊഴിലാളി ഐക്യം. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കൊള്ളാം, പക്ഷെ ഇവിടുത്തെ ഉശിരുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ചിരിച്ചു മയക്കാമെന്ന് കരുതണ്ട. ആ പോയട്ടെ പോയട്ടെ. Thank you. വെൽക്കം. പ്ലീസ്. ആ ലേബർ ലീഡറെ വിളിക്കൂ. ആ വേഗം വിളിക്കൂ. മിസ്റ്റർ എന്താണ് പേര്? മഹാദേവൻ, മാനേജർ. മിസ്റ്റർ മഹാദേവൻ, സ്ട്രൈക്ക് തുടങ്ങിയ ദിവസങ്ങളായിട്ടും എന്താണ് വേണ്ടത്ര പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ആവശ്യപ്പെടാഞ്ഞത്? അത് ലേബേഴ്സിനെ ടഫായി നേരിടേണ്ടെന്ന് ദാസ് സാറിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. നൗ യു കോൾ എഡ്യൂക്കേറ്റ് പോലീസ് പ്രൊട്ടക്ഷൻ. ഓക്കെ മാഡം. പ്രിയമോള് ചാർജ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഡാഡി തന്നെ നേരിട്ട് ASP ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വിളിപ്പിച്ചേ? പുതിയ MD യുടെ പവറൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഷട്ട് അപ്പ്. തൊഴിലാളി നേതാവെന്നും പറഞ്ഞ് എന്ത് മര്യാദകേടും പറയാമെന്ന് തന്നെ ആരാ പഠിപ്പിച്ചത്? ഓക്കേ, വാട്ട്സ് യുവർ പ്രോബ്ലം? തൊഴിലാളികൾക്ക് 20% ശമ്പളം കൂടുതൽ വേണം.
അതിനനുസരിച്ചുള്ള ബോണസും വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഈ സമരം തീരില്ല. എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് പഠിക്കാൻ അല്പം സമയം അനുവദിക്കാമോ? കമ്പനി നേരിടുന്ന പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളെ പട്ടിണിക്കിടാനുള്ള ഭാവമെങ്കിൽ തട്ടി തകർത്ത് കളയും. എന്നാണോ ബാംഗ്ലൂർ സ്റ്റോക്കിസ്റ്റ് ഗൗഡയുടെ കത്ത. അയാൾ വലിയ പ്രോബ്ലം ആയിരിക്കുക. പേയ്മെന്റും റെഗുലർ അല്ല. അവന്റെ അമ്മയുടെ 16. എടോ അവന്റെ പേര് വെട്ടി വേറെ ആമ്പിളറെ കേട്ടടോ. ശരി സർ. ആ ചെല്ല്. ഗുഡ് മോർണിംഗ്. ഏ ഇരിക്കേ. മറിയാം, വിഷ്ണു ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. ചാർജ് എടുത്തിട്ട് 2 ദിവസമായി. ഇന്നേ വരാൻ തരപ്പെട്ടുള്ളൂ. ആ മറിയാം, ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പുതിയ ASP വിഷ്ണു. നമസ്കാരം. മരിച്ചുപോയ നമ്മുടെ ഇൻസ്പെക്ടർ ജയനില്ലേ, അദ്ദേഹത്തിന്റെ മകനാ. ഓർക്കുമ്പോ എല്ലാം ഇന്നലെ നടന്നതുപോലെ എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ നെഞ്ചിൽ കൊള്ളുന്ന വിശ്വാസന്റെ കുത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഏറ്റുവാങ്ങിയത്. ജയൻ എന്റെ കൈകൾ കിടന്നാ മരിച്ചത്. കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. ശരി. എല്ലാം വിധി. ആ ചോദിക്കാൻ മറന്നു, അമ്മ നാട്ടിലാണ്. ആ മണ്ണ് വിട്ടു പോരാൻ അമ്മയ്ക്കൊരു മടി. അപ്പോ ഒറ്റയ്ക്കൊരു ബാച്ചലർ ലൈഫ് അല്ലേ? ഇനി വിഷ്ണുവിന് ഇവിടെ എല്ലാത്തിനും ഞാനുണ്ട്. നിന്റെ അച്ഛന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിയാ മതി. താങ്ക് യു. Stop it. ഈ സമരം ഇന്നിവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഒക്കില്ലല്ലോ. ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ഈ സമരം തീരില്ല. ശരി, നിങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കുന്നു. ഇത് ഞങ്ങളെ കൊടുക്കാനുള്ള തന്ത്രമൊന്നുമല്ലല്ലോ. അടവും തന്ത്രവും ഒക്കെ പയറ്റുന്നത് നിങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനാവൂ. ഞാൻ നിങ്ങളിൽ ഒരുവളാണ്, നിങ്ങളുടെ സഹോദരി. നമുക്ക് ഒരുമിച്ച് നിന്ന് വീണ്ടും ഈ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. ഡാഡ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ റിസർച്ചിലായിരുന്നു. പ്രിയദർശിനി മിൽസ് നേരിടുന്ന ഗുരുതരമായ പ്രോബ്ലംസ് ഞാൻ കണ്ടെത്തി. What is that? നമ്മൾ ജീവിക്കുന്നത് ഇന്നിലല്ല, ഇന്നലെയിലാണ്. What do you mean? യെസ് ഡാഡ്, ടെക്സ്റ്റൈൽ ഫീൽഡിലും ഗാർമെന്റ് ഡിസൈനിങ്ങിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേരെ നാം ഇനിയും കണ്ണു തുറന്നിട്ടില്ല. നാം ഇപ്പോഴും ഇവിടെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ പഴമയെ വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഡക്ട്സ് പഴഞ്ചനാണെന്നാണോ പറയുന്നത്? ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കൺസെപ്റ്റ്. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നെയ്തിറക്കുന്ന വസ്ത്രങ്ങളുടെ പാറ്റേണിങ്ങിലും ഡിസൈനിങ്ങിലുമുള്ള ഒരു സങ്കല്പം, അത് ഈ തലമുറയുടെ ടേസ്റ്റിനെ ആകർഷിക്കാൻ പോരുന്നവയല്ല. മാഡം, സിംപ്ലിസിറ്റിയാണ് ഇന്ത്യൻ ട്രഡീഷൻ. ഐ അഗ്രി, സിംപ്ലിസിറ്റി വേണം. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ സിംപ്ലിസിറ്റിക്ക് അപ്പുറത്ത് പലതും ആഗ്രഹിക്കുന്നു. കംഫർട്ട്, ഗ്ലാമർ, അങ്ങനെ പലതും. നഗ്നത മറയ്ക്കാൻ മാത്രമാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക്. മനസ്സിന്റെ ഷെയ്ഡുകളെയും ടോട്ടൽ പേഴ്സണാലിറ്റിയും പ്രതിഫലിപ്പിക്കുന്നതാകണം വസ്ത്രങ്ങൾ. അത്തരമൊരു മാറ്റത്തിന് നാം തയ്യാറായില്ലെങ്കിൽ we will be out. We will be out from the road. I agree. മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. But what kinds of change? ഡാഡി, നാം ഇവിടെ ടാർഗറ്റ് ആക്കേണ്ടത് ഇന്ത്യയിലെ പുരുഷന്മാരെയാണ്. ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും എന്റെ കണ്ണുകൾ ഇവിടെയായിരുന്നു. ഔട്ട്ലുക്കിന്റെയും ഫാഷന്റെയും കാര്യത്തിൽ ഇന്ന് പുരുഷന്മാർ ഇവിടെ സ്ത്രീകളെ ഔട്ട്സ്മാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നിവിടെ ബ്യൂട്ടി പാർലറുകളിലും ഹെൽത്ത് ക്ലബ്ബുകളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ തിരക്കാണ്. സോ ഇനി നമുക്ക് അവരെയാണ് കേറ്റർ ചെയ്യേണ്ടത്. Yeah. Maybe something like this.
ഇതുപോലെ എന്തെങ്കിലും ആണോ നീ ഉദ്ദേശിച്ചത്? യെസ്. ബട്ട് യു നോ സംതിങ്, ഇന്ത്യൻ വിപണിയിൽ ജെൻസ് ഗാർമെന്റ്സിന്റെ കുത്തക മൊറൈസ് ഗ്രൂപ്പിനാണ്. സോ വാട്ട്? ആ മോണോപോളി ഞാൻ തകർക്കും. ഫാഷൻ റെവല്യൂഷൻ ബൈ പ്രിയ. പ്രിയദർശിനിയും പ്രിയാവേറും യുവാക്കളുടെ ഹരം. അപ്പോൾ മൊറൈസ് ആ പേട്ട് പെണ്ണിന്റെ മുന്നിൽ മുട്ടയിലഴയണം അല്ലേ? നമ്മൾ കൊടുത്തടിക്കൊന്നും അവന്റെ പത്തി താഴ്ന്നില്ല. മകളെ മുൻനിർത്തി ദാസ് അങ്കൻ രണ്ടാം മൂഴം കുറിച്ചിരിക്കുക. സിറ്റുവേഷന്റെ സീരിയസ്നെസ് സാറ് മനസ്സിലാക്കുന്നോ എന്ന് എനിക്കൊരു സംശയം. മെൻസ് വെയറിൽ നമ്മുടെ കൺട്രോൾ ദർശൻ ദാസ് തകർത്തു. അവനെ തീർത്ത് കിട്ടാൻ ഞാൻ അന്നേ പറഞ്ഞതാ. ചോരയിൽ പതഞ്ഞു പൊന്തുന്ന ഷുഗറും വാലുപോയ ഹാർട്ടും പൊട്ടിത്തെറിക്കുന്ന പ്രഷറുമുള്ള ദർശൻ ദാസ് വെറും ഒരു സോപ്പ് കുമ്പളയാ. ആരും അത് ഊതണ്ട, അത് ആനെ പൊട്ടിക്കോളും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പൊട്ടുന്നത് നമ്മളായിരിക്കും. എടാ, നിനക്ക് നല്ല ശരീരമുണ്ട്, പക്ഷെ ശിരസിനകത്ത് ചകിരിച്ചോറ. എന്റെ മുന്നേ ഇനി അവനല്ല, എന്നെ വെട്ടാൻ അവൻ കളത്തിലിറക്കിയിരിക്കുന്ന അവന്റെ മകളാ പ്രിയ. പ്രിയയുടെ തലയിലെ കമ്പ്യൂട്ടർ ഇനി ടെക്സ്റ്റൈൽ ശിശുക്കളെ പ്രസവിക്കരുത്.